ഇതെന്തിനു വേണ്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരയുന്നത്? ഞങ്ങൾക്കൊരു ദുഃഖവുമില്ലല്ലോ. ഞങ്ങൾക്കില്ലാത്ത ദുഃഖം നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് വരുത്തിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി കരയുന്നത് എന്തിനാണ്? ഞങ്ങൾ സന്തോഷവാന്മാരാണ്. വാക്കുകൾ കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണിയുടേതാണ്. LDF വിട്ട് UDF പോകുന്നു എന്നുള്ള ചോദ്യത്തിന് എവിടെയാണോ കേരള കോൺഗ്രസ് എം ഉള്ളത് അവിടെയാണ് ഭരണം എന്ന് പറയുകയാണ് കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി ചെയ്തിരിക്കുന്നത്. ഇതേ ദിവസം തന്നെ കെ എം മാണി ഫൗണ്ടേഷന് ഭൂമി അനുവദിച്ചിരിക്കുന്നു സർക്കാർ എന്നുള്ള റിപ്പോർട്ട് കൂടി ചേരുമ്പോൾ കാര്യങ്ങൾ പൂർണ്ണമാവുന്നു. എഡിറ്റേഴ്സ് അനാലിസിസ് ആരംഭിക്കുകയാണ്. കരയുന്നോ പുഴ ചിരിക്കുന്നോ എന്നതുപോലെയുള്ള ഒരു സംശയമായിരുന്നു കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം വരെ. അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെ തുടരാൻ പോവുകയാണോ അതോ ഐക്യജനാധിപത്യ മുന്നണിയുടെ കടവിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണോ എന്ന തരത്തിൽ. അയ്യോ പാവം കേരള കോൺഗ്രസ് എം, LDF ഭരണത്തിൽ മനം മടുത്ത് അവർ കരയുകയാണ്, അവർക്ക് UDF പ്രവേശിച്ചുകൂടായോ എന്നും മറ്റുമുള്ള വിലാപങ്ങൾ ഒരു പശ്ചാത്തല സംഗീതമായിട്ട് ഉയരുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ആരും കരയേണ്ടതില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കിയിരിക്കുന്നത്. ഞങ്ങൾക്കില്ലാത്ത ദുഃഖവും ഞങ്ങൾക്കില്ലാത്ത നൊമ്പരവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വലിയ വായിൽ കരഞ്ഞാൽ മതി, അത് ഞങ്ങളുടെ വായിൽ തിരുകേണ്ട എന്ന് അർത്ഥം. എന്തായാലും കേരള കോൺഗ്രസ് എം എവിടെയോ അവിടെയായിരിക്കും ഭരണം എന്നാണ് ജോസ് കെ മാണി ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെടുന്നത്ര സീറ്റ് നൽകിയില്ലെന്നോ മറ്റും പരാതിപ്പെട്ട് ആ കാരണത്താൽ UDF പോകുന്നുവെന്ന് പറഞ്ഞാലും അപ്പോഴും പേടിക്കേണ്ടതില്ല. സേഫ് ആയിട്ടുള്ളൊരു പരസ്യം, അതാണ് കേരള കോൺഗ്രസ് എവിടെയാണോ അവിടെയായിരിക്കും ഭരണം എന്ന് പറയുന്നത്. LDF വരും, എല്ലാം ശരിയാകും, കടക്ക് പുറത്ത് എന്നിങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് പരസ്യങ്ങളെയൊക്കെ അനേക കാലം ബഹുദൂരം പിന്തള്ളിക്കൊണ്ടാണ് കേരള കോൺഗ്രസിൻ്റെ ഈ ആപ്തവാക്യം ഇപ്പോൾ പ്രകമ്പനം ഒരുക്കുന്നത്. കേരള കോൺഗ്രസ് എവിടെയാണോ അവിടെയായിരിക്കും ഭരണം, നിങ്ങൾ എവിടെ പോയാലും ഞാൻ കൂടെ ഉണ്ടാകും എന്ന് ഒരു ചെരുപ്പ് കമ്പനി പരസ്യം നൽകിയതുപോലെയാണ് ഇത്. അധികാരം എവിടെയുണ്ടോ അവിടെ കേരള കോൺഗ്രസ് ഉണ്ടാകും. അധികാരമില്ലാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ ജോസ് കെ മാണി അടക്കമുള്ളവർക്ക് പ്രയാസമാണ്. പ്രതിപക്ഷമായിരിക്കുക എന്നതും ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഉത്തമ ശൈലിയാണ് എന്നത് പുച്ഛത്തോടെ മറക്കാം. അധികാരം, അതാണ് പ്രധാനം. ഈ പരസ്യവാക്യത്തിൻ്റെ മാന്ത്രികമായ ഒരു ആകർഷണത്തെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഈ ധനാഗമന യന്ത്രം വീട്ടിൽ വാങ്ങിവെച്ച ചുമ്മാ കസേരയിൽ കാല് നീട്ടിയിരുന്നാൽ മതി, പണം കുന്നുകുന്നായിട്ട് വീട്ടിൽ വന്നു കയറിക്കോളുമെന്ന പഴയകാല നടി ഊർമിള ഉണ്ണിയുടെ അന്ധവിശ്വാസ പരസ്യം പോലെ കേരള കോൺഗ്രസിനെ ചുമ്മാ മുന്നണിയിലെടുത്താൽ മതി, അല്ലെങ്കിൽ നിലനിർത്തിയാൽ മതി, ഏത് മുന്നണിയായാലും ജയിച്ചിരിക്കും എന്നുള്ളതാണ് ആ പരസ്യവാക്യം മുന്നോട്ട് വയ്ക്കുന്ന ഒന്ന് എന്ന് പറയുന്നത്. അതുകൊണ്ട് അധികാരം എന്ന് പറയുന്നത് ഏറ്റവും അടുപ്പത്തോടുകൂടി തോളോട് തോൾ ചേർത്തിയോ ശിരസിലോ ഒക്കെ നിർത്തേണ്ടുന്ന ഒന്നാണ്. അത് വിട്ടൊരു കളിയുമില്ല ആണ് പ്രധാനപ്പെട്ട ഒന്നായിട്ട് കേരള കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അധികാരമില്ലാതെ 10 വർഷം പൂർത്തിയാക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് നയാ പൈസയില്ലാത്ത പാർട്ടി ഖജനാവാണ് ഒരു ഭാഗത്ത്. ചിരകാൻ തേങ്ങയില്ലാത്തത് കൊണ്ട് ചിരവയെങ്കിലും ചെരുകിക്കൊണ്ട് ജീവിച്ചോട്ടെ എന്നാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി പദത്തിന് യോഗ്യൻ കൂടിയായ KC വേണുഗോപാൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അതിൽ നിന്ന് വ്യക്തമായൊരു കാര്യം, ചിരകൾ തന്നെയാണ്, ചിരകി നേടുക എന്നത് തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്നതാണോ? അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജയിക്കണമെന്നത് മാത്രമല്ല, ജയിച്ച MLA-യും മന്ത്രിയും മുഖ്യമന്ത്രിയും ആയില്ലെങ്കിൽ കാര്യമില്ല എന്ന സത്യം 10 വർഷത്തെ അധികാരമില്ലായ്മ കൊണ്ടുള്ള ദാരിദ്ര്യത്തിൻ്റെ തിക്താനുഭവങ്ങൾ കോൺഗ്രസിലെ എല്ലാ അധികാരമോഹികളെയും പ്രലോഭിപ്പിക്കുന്നുണ്ടാവും. എന്ന് മാത്രമല്ല, വിചാരിക്കുന്നത്ര എളുപ്പവുമായിരിക്കില്ല ഘടകകക്ഷികൾക്കുള്ള സീറ്റ് വിഭജനം പോയിട്ട് സ്വന്തം കക്ഷിയിലെ തന്നെ സീറ്റ് വീതിക്കൽ. ഇതിനെല്ലാം ഇടയിലും അനാഥ പ്രേതം പോലെ ഈ ദിവസങ്ങളിലുടനീളം ഒരു അപശകുനമായിട്ട് ജയിലിൽ നിന്ന് കോടതികളിലേക്കും തെളിവെടുപ്പിന് കേരളത്തിലെ വിവിധ ഹോട്ടൽ മുറികളിലേക്കുമൊക്കെ കൊണ്ടുപോകപ്പെടുന്ന കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാഴ്ചയെയും അവർക്ക് പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള ഒരു UDF എത്രമേൽ വിശ്വസിച്ച് പോകാൻ കഴിയുമെന്നുള്ള സംശയം ഒരു ഭാഗത്ത് കേരള കോൺഗ്രസ് എം ഈ ദിവസങ്ങളിലുടനീളം നടത്തിയ ചർച്ചകളിൽ, മുന്നണിയുമായി ബന്ധപ്പെട്ട് നടത്തിയെന്ന് പറയപ്പെടുന്ന ചർച്ചകളിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക. എന്തായാലും ഞങ്ങളെ ഓർത്താരും കരയേണ്ട എന്ന വാക്കുകളോടെ മുന്നണി മാറ്റത്തിനില്ല എന്ന് ജോസ് കെ മാണി പറഞ്ഞതോടെ വ്യക്തമായിട്ടുള്ള കാര്യം എന്താണ്? ഒരു ഭാഗത്ത് 10 കൊല്ലത്തെ ഭരണവിരുദ്ധ വികാരം കേരളത്തിൻ്റെ ഓരോ മൂലയിലും തരംഗമായിട്ട് തിളച്ചു മറിയുകയാണെന്നും അധികാരം ഉറപ്പായിട്ട് നിൽക്കുകയാണെന്നും പറയുന്ന UDF നേതാക്കൾ,
അതേ നേതാക്കൾ തന്നെ LDF ഘടകകക്ഷികളുടെ പിറകെ പോയിട്ട് അവരുടെ ആട്ടും തുപ്പും ഏറ്റുവാങ്ങുന്ന ആ ത്യാഗനിർഭരതയ്ക്ക് മുന്നിൽ ഒരിറ്റ് കണ്ണീര് വീഴ്ത്താതെ ഏതൊരു ഹൃദയാലുവിനും ഇന്നത്തെ ദിവസം കടന്നു പോകാനാവില്ല എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരു കുറിപ്പ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് എം UDF വരുന്നു, UDF വരാൻ പോകുന്നു, ഇപ്പോൾ വരും, നാളെ വരും, മറ്റന്നാൾ വരും, അതിൻ്റെ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള വാർത്തകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഒക്കെ ഉണ്ട് എന്നും വളരെ ഈസി ആയിട്ട് ഭരണം ലഭിക്കുമെന്നുള്ള ആ വിചാരങ്ങൾ അവിടെ അപ്രസക്തമാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമായിട്ട് വരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മാധ്യമങ്ങളിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് കേരള കോൺഗ്രസ് എം UDF ചേക്കാറുള്ള തിരക്കിട്ട ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആരാണിതൊക്കെ പടച്ചുവിടുന്നത് എന്നാണ് ചെയർമാൻ ജോസ് കെ മാണി ചോദിച്ചത്. എങ്കിലും ഈ ഒരു വാർത്താ നിർമ്മിതിയുടെ അകത്തുള്ള വലിയൊരു പ്രശ്നം നമ്മൾ കാണാതിരിക്കരുത്. ആ പ്രശ്നം എന്ന് പറയുന്നത് അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളത് ഏറ്റവും ആത്യന്തികമായിട്ട് ലക്ഷ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നു. അവിടെ എന്തിൻ്റെ പേരിൽ മുന്നണി മാറുന്നു എന്നുള്ള കാര്യം സൂചിപ്പിക്കപ്പെടുന്നതേയില്ല. ഏത് ലക്ഷ്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഏതൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലാണ് മുന്നണി മാറുന്നത് എന്ന് വ്യക്തമാക്കപ്പെടുന്നില്ല. ഫെഡറൽ പാർട്ടികൾ എണ്ണം കുറഞ്ഞു വരികയും പ്രാദേശിക പാർട്ടികൾ കൂടുകയും ചെയ്യുന്ന കേരളത്തെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രാദേശിക പാർട്ടികളെ സംബന്ധിച്ചിട്ട് പ്രത്യയശാസ്ത്രം ഒരു പ്രധാനപ്പെട്ട വിഷയമാവാതിരിക്കുകയും അവർ ഏത് മേഖലകളെ പ്രതിനിധാനം ചെയ്യുന്നുവോ അവിടുത്തെ ജനത്തിന് മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനവും നേതാക്കൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള പദവികളും മാത്രമായിട്ട് അധികാരത്തിൻ്റെ വഴികളിലൂടെ പോകുന്നു. അപ്പോൾ ഒരു മുന്നണിയിൽ നിന്ന് മറ്റൊരു മുന്നണിയിലേക്ക് മാറുന്നതിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങളെക്കുറിച്ചൊന്നും പറയുക എന്ന് പറയുന്നത് കേരള കോൺഗ്രസിനോട് അങ്ങനെ ചോദിച്ചാൽ അതൊരു വലിയ ഫലിതമായിട്ട് മാറും. കാരണം പിളർപ്പ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള വികസനത്തിലേക്കും ഐക്യത്തിലേക്കും വളർച്ചയിലേക്കുമുള്ള ഒന്നായിട്ടാണ് അവർ കാണുന്നത്. അത് തന്നെയാണ് അവരുടെ പ്രത്യയശാസ്ത്രവും എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് ഞങ്ങളെ ഓർത്ത് കരയരുത്, ഞങ്ങളെ ഓർത്ത് നിങ്ങൾ കരയരുത്, ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ് എന്ന് ആത്യന്തികമായിട്ട് പറയുന്നതിലൂടെ ഈ ദിവസങ്ങളിലുടനീളം ഉണ്ടായിട്ടുള്ള ഈ മുന്നണി മാറ്റത്തിൻ്റെ അഭ്യൂഹ പ്രയോഗങ്ങൾ തൽക്കാലത്തേക്ക് പിൻവലിക്കേണ്ടി വരുന്നു എന്ന് മാത്രം സൂചിപ്പിക്കട്ടെ.